മോർണിംഗ് ഓൾ. ഫണ്ടമെൻ്റലായി നോക്കിയാലും ടെക്നിക്കൽ നോക്കിയാലും മാർക്കറ്റിൻ്റെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു ഘട്ടം കഴിഞ്ഞു എന്ന് തന്നെ പറയാം. നമുക്ക് ഒരുപാട് ഫണ്ടമെൻ്റൽ ഫാക്ടേഴ്സ് ഡിസ്കൗണ്ട് ചെയ്യേണ്ടതുണ്ട്. ഒന്ന് GDP, പിന്നെ വേൾഡ് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഒരുപാട് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാർക്കറ്റ് അത്രത്തോളം കയറിയിട്ടില്ല. അത് നോക്കുകയാണെങ്കിലും പിന്നെ ഒരുപാട് റേറ്റിംഗ് ഏജൻസി നമ്മുടെ റേറ്റിംഗ് ബെറ്റർ ആക്കിയിട്ടുണ്ട്. അത് ഡിസ്കൗണ്ട് ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഇപ്പോൾ വീണ്ടും ചർച്ച തുടങ്ങിയിട്ടുണ്ട്. 25 ആ ഒരു അഡീഷണൽ 25 തിരിച്ചെടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും മാർക്കറ്റ് പുതിയ ഹൈയിലോട്ട് പോകും. പിന്നെ വേറൊന്ന് ഒരു പോസിറ്റീവായിട്ട് വരുന്നത്, ഈ ഓപ്ഷൻസ് വീക്കിലി മാറ്റാനായിട്ട് ആലോചിക്കുന്നുണ്ട്. അത് വളരെ നല്ല കാര്യമാണ്. എന്ന് വെച്ചാൽ ഈ ഇടയ്ക്ക് ഒരു കസ്റ്റമർ വിളിച്ചിട്ട് 27 കോള് ബൈ ചെയ്യാൻ പറയും. ബൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കി ഓർഡർ കയറുന്നില്ല, കുറച്ച് ഫണ്ട് ഷോർട്ടേജാണ്. എന്നൊരു കാര്യം ചെയ്യാം, പൈസ പുട്ട് കിട്ടില്ല, പുട്ട് മേടിക്കും. അതായത് പുള്ളി കോളും പുട്ടും എന്താണെന്ന് അറിയാതെയാണ് ഒരു ഓപ്ഷൻ ബൈ ചെയ്യുന്നത്. പലർക്കും ആ പൈസ പോകുന്നുണ്ട്. അപ്പോൾ ആ പൈസ എന്തായാലും പുള്ളിക്ക് ഓപ്ഷൻ മതി, എന്താണെന്ന് വിഷയമില്ല. അപ്പോൾ അതുകൊണ്ട് ആ വീക്കിലി ഓപ്ഷൻസ് മാറ്റുന്നത് നല്ലതായിരിക്കും. അപ്പോൾ എല്ലാം കൂടെ ഒരു പോസിറ്റീവാണ്. നമുക്ക് ചാർട്ട്സ് നോക്കാം. റീസെൻ്റായിട്ടൊരു ട്രയാങ്കിൾ പാറ്റേൺ ഫോം ചെയ്തിട്ടുണ്ട്. അത് വർക്കൗട്ട് ആകുമ്പോഴത്തേക്കും ഒരു 26,200 വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത് നമ്മൾ ഒരു 3-4 മാസമായിട്ട് പറയുന്ന റീട്രേസ്മെൻറ്റ് ലെവലാണ്. ടോട്ടൽ ഫാളിൻ്റെ ഒരു 61.8, റീട്രേസ്മെൻറ്റ് 24,550 ആണ്. അത് ഇടയ്ക്ക് ഒന്ന് ബ്രേക്ക് ആയെങ്കിലും വീണ്ടും അത് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നല്ല സ്ട്രോങ് സപ്പോർട്ടാണ് എപ്പോഴും മാർക്കറ്റിൻ്റെ. ഇനി അങ്ങോട്ട് നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ 24,300, 24,350 നല്ല സപ്പോർട്ടാണ്, കൺസോൾട്ടേഷൻ സപ്പോർട്ടാണ്. അതിന് പ്രീവിയസ് ആയിട്ട് ഒരു കൺസോൾട്ടേഷൻ ഹൈ വരുന്ന റെസിസ്റ്റൻസ് 25,600, 25,650 ലെവലാണ്. അതിന് അങ്ങോട്ട് അടുത്ത റെസിസ്റ്റൻസ് പ്രീവിയസ് ഹൈ ആണ്. ഈ 25 ഈ അഡീഷണൽ മാറ്റുകയാണെങ്കിൽ ഉറപ്പായിട്ടും പുതിയ ഹൈയിലോട്ട് പോകും. കുറച്ച് ഹെവി വെയ്റ്റ്സിൻ്റെ ചാർട്ടാണ് ഇത്. 20 EMA ഞാൻ എപ്പോഴും പറയുന്നതാണ്. അത് അതിന് മുകളിൽ ബ്രേക്ക് ഒരു ക്ലോസിങ് വന്ന് നല്ല രീതിയിൽ റിലയൻസ് നല്ല ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഹെവി വെയിറ്റ് ആകുമ്പോഴത്തേക്കും ഇതിന് നല്ല ഇൻഡെക്സ് വെയിറ്റേജ് ഉണ്ട്, 8-9% ഉണ്ട്. റിലയൻസ് 20 EMAക്ക് മുകളിൽ ഒരു ക്ലോസിങ് വന്നിട്ടുണ്ട്. അടുത്ത് ഇൻഫോസിസ് 20 EMAക്ക് മുകളിലാണ് ട്രേഡ് ചെയ്യുന്നത്. HDFC ബാങ്ക് മാത്രമാണ് ഒരു കൺഫ്യൂഷൻ കുറച്ച് നാളായിട്ട് തന്നുകൊണ്ടിരിക്കുന്നത്. അതിന് 13% വെയിറ്റേജ് ആണ്. അതും കൂടെ ഒരു 20 EMAക്ക് മുകളിൽ അടുത്ത ആഴ്ച വരികയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. ICICI ബാങ്ക് ഇന്നലെ നല്ല രീതിയിൽ 20 EMAക്ക് മുകളിൽ ക്ലോസിങ് വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒരു 35-40% വെയിറ്റേജ് വരും. അപ്പോൾ ഇതൊരു സാധാരണ ബുൾ മാർക്കറ്റ് തുടങ്ങുമ്പോഴത്തേക്കും വരുന്നൊരു സൈനാണ്. എന്തായാലും അതൊരു പോസിറ്റീവായിട്ട് തന്നെ വരുന്നു വിശ്വസിക്കാം. താങ്ക് യു.